നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. യെസ്, ബ്രസീൽ ക്രൊയേഷ്യയെ തകർത്തിരിക്കുന്നു. 3-1 മികച്ച വിജയം തന്നെ ബ്രസീൽ ഇതാ സ്വന്തമാക്കിയിരിക്കുന്നു. ആഞ്ചലോട്ടിയുടെ ബ്രസീൽ ജയിക്കരുതെന്ന് ആഗ്രഹിച്ചവര് സ്വന്തം പാളയത്തിൽ തന്നെ, അതായത് ബ്രസീൽ ആരാധകരെന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ ഉണ്ടായിരുന്നു. നമ്മളത് കഴിഞ്ഞ കളികളുടെ റിസൾട്ടൊക്കെ ഇടുമ്പോൾ, ഈ കളിയുടെ പ്രിവ്യൂ ഒക്കെ ഇടുമ്പോൾ ആ വീഡിയോകളുടെ താഴെയൊക്കെ കമൻറ്റ് വാരി വിതറിയ കുറേ പേരുണ്ട്. ബ്രസീൽ എന്നതിലുപരി ഒരു താരത്തിൻ്റെ ആരാധകർ എന്ന പേരണിഞ്ഞ് മേലങ്കി അണിഞ്ഞ് നടക്കുന്നവർ, അവർ 84-ാമത്തെ മിനിറ്റിൽ ക്രൊയേഷ്യ ഈക്വലൈസ് ചെയ്തപ്പോൾ ആഹ്ലാദാതിരേകത്തിലേക്ക് പോയതാണ്. പക്ഷേ അഞ്ചലോട്ടിയുടെ കുട്ടികൾക്ക് മറ്റു പ്ലാനുകൾ ഉണ്ടായിരുന്നു. 2 ഗോളുകൾ കൂടി ക്രൊയേഷ്യയുടെ വലയിലേക്ക് എത്തിച്ചുകൊണ്ട് 3-1 ഇതാ തകർപ്പൻ ജയം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ബ്രസീലിന് വേണ്ടി ഡാനിലോ ഇഗോർ തിയാഗോ, അദ്ദേഹത്തിൻ്റെ കരിയറിൽ ബ്രസീലിനായിട്ടുള്ള ആദ്യ ഗോളാണ്. ഗാബ്രിയൽ മാർട്ടിനെല്ലി എന്നിവർ ഗോളടിച്ചു. മറുഭാഗത്ത് ക്രൊയേഷ്യയുടെ ഗോള് ലോവ്ഡോ മയറിൻ്റെ വകയാണ്. അത് ഓൺ ഗോളാണോ എന്ന സംശയം ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നു, ഡാനിലോയുടെ ഓൺ ഗോളാണോ എന്ന്. ഏതായാലും കളി 3-1 വിജയം. ബ്രസീലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11 വിനി ജൂനിയറും ജാവോ പെഡ്രോയും ലൂയിസ് എൻറിക്കയും ഒരുമിച്ച് അണിനിരന്നു. മറുഭാഗത്ത് ലൂക്ക മോഡ്രിച്ചും ബൂദിമിറും ഒക്കെ അടങ്ങുന്ന ക്രമാരിച്ചും ഒക്കെ അടങ്ങുന്ന മികച്ച ടീമിനെ തന്നെയാണ് ക്രൊയേഷ്യയും അണിനിരത്തിയത്. കളിയുടെ ആദ്യ പകുതി ബ്രസീൽ ഡീസൻറ്റ് പെർഫോമൻസ് നടത്തിയ ആദ്യ പകുതിയാണ്. സാധ്യതകൾ ഉണ്ടായിരുന്നു, പക്ഷേ ഗോളിലേക്ക് പന്തെത്തുന്നില്ലല്ലോ എന്ന ആശങ്കയുള്ള ഘട്ടത്തിലാണ് വിനി ജൂനിയറുടെ അസിസ്റ്റിൽ നിന്ന് ഡാനിലോയുടെ ഗോൾ പിറക്കുന്നത്. ഇടവേള സമയത്ത് ഏകപക്ഷീയമായ 1 ഗോളിന് മുന്നിലായിരുന്നു ബ്രസീൽ. പിന്നെ കളി രണ്ടാം പകുതിയിൽ 60 മിനിറ്റൊക്കെ ആകുമ്പോൾ 2 ടീമും മാറ്റങ്ങൾ വരുത്തുന്നു. ബ്രസീലിന് വേണ്ടി ഡാനിലോ ഇബാനസിനെ പിൻവലിച്ചുകൊണ്ട് ഡിഫൻസിലേക്ക് ഡാനിലോ വരുന്നു. കാസമിറോക്ക് പകരം ഫാബിഞ്ഞോ വരുന്നു. ജാവോ പെഡ്രോക്ക് പകരം ഇഗോർ തിയാഗോ വരുന്നു. വിനിയെ പിൻവലിച്ച് ഗബ്രിയൽ മാർട്ടിനെല്ലിയെ കളിക്കളത്തിലേക്ക് വിടുകയും ചെയ്തു. ആ മാറ്റം പിന്നീട് വീണ്ടും സംഭവിച്ചു. 76-ാമത്തെ മിനിറ്റിൽ കൈക്കി, എൻട്രിക്ക്, റയാൻ തുടങ്ങിയവരൊക്കെ കളിക്കളത്തിലേക്ക് വരുന്നു. ആൻഡ്രി സാന്റോസ് അടക്കം കളിക്കളത്തിലേക്ക് വന്നു. ബ്രസീൽ അങ്ങനെ ഈ ഒറ്റ ഗോളിൽ വിജയിക്കാനുള്ള പരിപാടിയാണോ എന്ന തോന്നലാണ് അപ്പോഴുള്ളത്. കാരണം രണ്ടാം പകുതിയിൽ കുറച്ചുകൂടി നല്ല രൂപത്തിലുള്ള പെർഫോമൻസിലേക്ക് ക്രൊയേഷ്യ കടന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അവസാന ഘട്ടത്തിലാണ് എല്ലാം കൂടി മാറി മറിയുന്നത്. 84-ാമത്തെ മിനിറ്റിൽ മയറുടെ ഗോൾ പിറക്കുന്നു. 1-1 സമനില. ഇതും വിജയമില്ലാതെ ബ്രസീൽ മടങ്ങേണ്ടി വരുമോ എന്ന് തോന്നിച്ച നിമിഷങ്ങളാണ്. എന്നാൽ എൻട്രിക്ക് വിൻ ചെയ്ത പെനാൽറ്റി ഇഗോർ തിയാഗോ ഗോളാക്കി മാറ്റുന്നു ബ്രസീൽ 2-1 ലീഡിലേക്ക്. പിന്നെ ആ വിജയത്തിന് മാധുര്യമേറ്റിക്കൊണ്ട് എൻട്രിക്കിന്റെ അസിസ്റ്റിൽ നിന്ന് ഗബ്രിയൽ മാർട്ടിനെല്ലിയുടെ ഗോൾ. ബ്രസീൽ 3-1 വിജയം. ആഞ്ചലോട്ടിയുടെ പതനം കാണാൻ ആഗ്രഹിച്ചവർക്ക് ഇനി ആ ഒരു ആഗ്രഹം അങ്ങ് മടക്കി പോക്കറ്റിലിട്ട് തിരികെ പോകാം. ബ്രസീൽ ഇതാ വേൾഡ് കപ്പിന് മുമ്പ് വമ്പൻ പ്രതീക്ഷകൾ പെരുപ്പിച്ചുകൊണ്ട് മികച്ചൊരു വിജയം സ്വന്തമാക്കിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.